അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതേ ഒരു 4 ഏക്കറിലുള്ള ഒരു കിടിലൻ തെങ്ങും പറമ്പ്, ആദായമുള്ള കിടിലൻ തെങ്ങും പറമ്പ് പരിചയപ്പെടുത്താനാണ്. അതും പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കുത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണണേ. കുറച്ച് ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇത് ഏകദേശം ഒരു 12 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നല്ലൊരു വീടുണ്ട്. ഇതാണ് നമ്മുടെ പറമ്പിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ആലത്തൂരിൽ നിന്നും കുത്തന്നൂർക്ക് പോകുന്ന പ്രധാന ബസ് റൂട്ട്, മുപ്പുഴ വഴിക്കൊക്കെ പോകുന്ന പ്രധാന ബസ് റൂട്ട്. ആ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം കേട്ടോ. ഇത് ഏകദേശം എന്താ കണ്ടില്ല, എത്രയും ദൂരം റോഡ് ഫ്രണ്ടേജ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓട്ടോറിക്ഷ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്നും ഇത്ര ദൂരം, ഒരു 10-40 മീറ്ററോളം, അതിൽ കൂടുതൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട്, ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ വരും. വലിയ ടോറസ് പോലത്തെ വണ്ടി അല്ലെങ്കിലും സാധാ ചെറിയ ലോറിയൊക്കെ വരും. അത് ഈ രണ്ട് സൈഡും ഇപ്പോൾ ഇങ്ങനെ വഴിയുടെ സൈഡിലൊക്കെ ഇതുപോലെ കുറ്റിക്കാട് പിടിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് വീതിയില്ലായ്മ തോന്നുന്നതാണ്. പക്ഷെ വണ്ടികളൊക്കെ വന്ന് തിരിഞ്ഞും മറിഞ്ഞും പോകാനുള്ള സൗകര്യമുള്ള ഒരു പറമ്പാണ് ഇത്. 4 ഏക്കർ പറമ്പിൽ ഏകദേശം ഒരു 10-250 തെങ്ങുണ്ട്. നാടൻ തെങ്ങുകളാണ്. 10-12-13 വയസ്സോളം പ്രായമുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ ഒരു 10-320 കവുങ്ങുണ്ട്, കവുങ്ങ്. പിന്നെ കുറച്ച് ജാതി, അതുപോലെ കൊക്കോ, അങ്ങനെയുള്ളത് കൂടാതെ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയൊരു വീട്. അതുകൂടാതെ പണിക്കാർക്ക് താമസിക്കാനുള്ള വേറെയും അവിടെ ഒരു വീടുണ്ട് കേട്ടോ. അത് തോട്ടം പരിപാലിക്കുന്ന ആൾക്കാർക്ക്, പണിക്കാർക്ക് താമസിക്കാവുന്ന ഒരു വീടാണ്. ഇത് കൂടാതെയാണ് പുതിയ വീട്. അതിൽ താമസിച്ചിട്ടില്ല. അത് ഈ പറമ്പിൻ്റെ ഒരു അറ്റത്താണ്. അത് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ആ വീട് ഉൾപ്പെടുത്തുന്നുണ്ട്. അതൊരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയ വീട്, വടക്കോട്ട് ദർശനമുള്ള പുതിയൊരു വീട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ആലത്തൂരിൽ നിന്നും ഈ മുപ്പുഴ വഴി കുത്തന്നൂർക്കൊക്കെ പോകുന്ന ഭാഗത്ത് വലിപറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലം വരും. അവിടെ നിന്ന് ഈ വലിപറമ്പ് സെൻട്രലിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് ദൂരം. ബസ് റൂട്ടിൽ നിന്നാവുമ്പോൾ 1 കിലോമീറ്റർ ദൂരം. അപ്പോൾ ഇതിന് വില പറഞ്ഞിരിക്കുന്നത് 1 ഏക്കറയ്ക്ക് 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വരുമാനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാർഷിക വരുമാനം ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഒരു വർഷത്തിൽ ഇതിലുള്ള വാർഷിക വരുമാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടം പോലെ കുരുമുളക് ഉണ്ട് കേട്ടോ. കുറേ കുരുമുളക് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഏക്കറിൽ എല്ലാ ഭാഗത്തും ചെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം അവിടെ തേങ്ങയിടിയിൽ നടക്കുകയായിരുന്നു. പിന്നെ കുറച്ച് പറമ്പിൽ വേറെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പണിക്കാരൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. ചില ആൾക്കാർ ഇത് പ്രത്യേകം ചോദിക്കും, പണിക്കാരൊക്കെ ഉണ്ടോ അവിടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പണിക്കാരൊക്കെ ഇഷ്ടംപോലെ തെങ്ങിന് തടവ് കൊടുക്കേണ്ടായിരുന്നു അപ്പുറയൊക്കെ. പിന്നെ നാളികേരം ഉണ്ടായിരുന്നു. അപ്പോൾ തലയിൽ വീഴുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ എല്ലാ ഭാഗത്തും ചെന്നില്ല. പരമാവധി കുറച്ച് ഭാഗങ്ങളിലൊക്കെ ചെന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നാടൻ തെങ്ങുകളാണ് അത്. ഇപ്പോൾ നിങ്ങൾക്ക് സൂം ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ നാളികേരമുണ്ട്. അത് നാളികേരം ഇട്ടതെന്നും ഇടാത്തതെന്നൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നാളികേരമൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പാലക്കാട് ടൗണിലേക്ക് ഇവിടെ നിന്നും ഒരു 17 കിലോമീറ്ററാണ് ഇവർ ദൂരം പറഞ്ഞത്. അതുപോലെ ആലത്തൂർക്കാണെങ്കിൽ ഒരു 7-8 കിലോമീറ്ററും, എരുമയൂർക്കാണെങ്കിൽ, അതായത് തൃശ്ശൂർ ടു പാലക്കാട് പോകുന്ന നാഷണൽ ഹൈവേ എരുമയൂർ ഭാഗത്തേക്കാണെങ്കിൽ അതുപോലെ ഒരു 6-7 കിലോമീറ്ററാണ് ദൂരപരിധി വരുന്നത്. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഏകദേശം അടുത്തായിട്ട് വരുന്ന ഒരു ഏരിയ. അപ്പോൾ ഈ വലിപറമ്പ് എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ തന്നെയാണ് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ഉള്ളത് കേട്ടോ. ഇതിൽ ഒട്ടനവധി പടുമരങ്ങൾ വേറെ ഉണ്ട്. അതുപോലെ നല്ലോണം വണ്ണമുള്ള കുറേ തേക്ക് മരങ്ങളുണ്ട്. പിന്നെ മാവും പ്ലാവും കടപ്ലാവിൻ്റെയൊക്കെ വലിയൊരു മരം കണ്ടു. അതിലൊക്കെ സീസണിൽ ഇഷ്ടം പോലെ കടച്ചക്ക ഉണ്ടാകാറുണ്ടെന്നാണ് ഈ തോട്ടം നോക്കുന്ന ആൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വില ഒരിക്കൽ കൂടെ പറയുകയാണ്. 1 ഏക്കറയ്ക്ക് പറഞ്ഞിരിക്കുന്നത് 50 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ കൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് ഒരു കിണറുണ്ട്. കിണർ കൂടാതെ ഇതിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു കുളമുണ്ട്, കുളം. അപ്പോൾ ഇത് മുഴുവനും പറമ്പ് കാറ്റഗറിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ആധാരവും ഡോക്യുമെൻ്റൊന്നും പരിശോധിച്ചിട്ടില്ല. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ പറമ്പാണ്, പറമ്പ് കാറ്റഗറിയാണെന്നാണ് പറയുന്നത്. അതാണ് കേട്ടോ. അതിൽ കണ്ട ആ കടപ്ലാവ് വലിയൊരു മരമാണ്. ഇഷ്ടംപോലെ ആ സീസൺ സമയത്ത് കടച്ചക്ക ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊരു കുളവും കൂടിയുണ്ട്. കുളം വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട്, അതായത് വേനൽക്കാലത്തൊക്കെ നനയ്ക്കാനൊക്കെ ആയിട്ട് അതിൽ നിന്നൊക്കെ കണ്ടോ, നാളികേരം കണ്ടില്ലേ, അതിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് എല്ലാ തെങ്ങിൻ്റെ കടകളിലേക്കും
വെള്ളം എത്തിക്കാറുണ്ട് ഓസ് വഴിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രോപ്പ് സിസ്റ്റം ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഓരോ തെങ്ങിൻ്റെ കടയിലേക്ക് ചെറിയ പൈപ്പ് വഴി ഇങ്ങനെ ഒറ്റി വരുന്ന അങ്ങനെയുള്ളൊരു അതിലില്ല. പക്ഷെ അങ്ങനെയുള്ള വേണമെങ്കിൽ നമുക്ക് വാങ്ങുന്നവർക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുളം ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ കുളമൊക്കെ ആകെ ചണ്ടി പിടിച്ച് കിടക്കുകയാണ്. എന്ന് വെച്ചാൽ വെള്ളത്തിന് ഒരു കുറവുമില്ല. കാരണം ഇതിൻ്റെ ഒരു പാടത്തിൻ്റെ ഈ പറമ്പിൻ്റെ ഒരു സൈഡ് വരുന്നത് മുഴുവൻ നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടം ആയതുകൊണ്ട് തന്നെ അതിലേക്കൊക്കെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെള്ളം എത്തുന്നത് കൊണ്ട്, കാരണം രണ്ടാം പോലെ കൃഷി ഈ വേനൽക്കാല കൃഷിക്കൊക്കെ ആയിട്ട് നെൽകൃഷിക്ക് വേണ്ടിയിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെള്ളം അവിടെ എത്തുന്നത് കൊണ്ട് ഈ കുളവും കിണറൊക്കെ എപ്പോഴും റീചാർജബിൾ ആയിരിക്കും. അത് എപ്പോഴും വെള്ളം ഉണ്ടാവും, ഉറവുണ്ടാവും. അപ്പോൾ ഈ കുളം ഒന്ന് നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്കിനിയിപ്പോൾ ഒരു മീൻ വളർത്താനൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു അതിര് പാടമൊക്കെ ആയതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു, ഈ അടുത്ത കാലത്ത് എങ്ങാനും ഇങ്ങോട്ട് വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പണിക്കാരൻ നമ്മളോട് പറഞ്ഞത്, അതായത് തോട്ടം നോക്കുന്ന പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ അപ്പുറേക്ക് പോയെന്ന് അന്വേഷിച്ച് നോക്കിക്കൊള്ളുന്നേ, നമ്മൾ ചുമ്മാ പറയുന്നതല്ല എന്നാണ് പറഞ്ഞത്. കാരണം വെള്ളം കയറിയിട്ടില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. ഒരു തരത്തിലും അങ്ങനെ ഒരു വെള്ളപ്പൊക്ക ഭീഷണിയുള്ളൊരു പ്രദേശമൊന്നുമില്ല. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, വേനൽക്കാലത്തും നമുക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടും. ഒരു 70% നിരപ്പായ ഭൂമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റാം. 100ഇല്ലെങ്കിലും ഒരു 70%. കാരണം നമ്മൾ ആ ടാറിങ് റോഡിൽ നിന്ന് നേരെ ഒരു ചെറിയൊരു ഒരു 3 അടി അങ്ങനെ 2 തട്ടായിട്ടോ 3 തട്ടായിട്ടോ ആണ് ഈ സ്ഥലം കിടക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ സോഴ്സ് നല്ലതുപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ തെങ്ങും നല്ല ആരോഗ്യമുള്ള തെങ്ങുകളാണ്, നല്ല നോട്ടമുള്ള പറമ്പാണ്. എത്രയോ തെങ്ങും പറമ്പുകളൊക്കെ ഈ തേങ്ങ നാളികേരമൊക്കെ ഇത്രയും വിലയുള്ള സമയത്തും തീരെ നോട്ടമില്ലാതെ കിടക്കുന്ന എത്രയോ തെങ്ങും പറമ്പൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുള്ളതാണ്. ഇത് അങ്ങനെയല്ല. ഇത് നല്ലതുപോലെ പണിക്കാരൊക്കെ വെച്ച് നോക്കുന്നുണ്ട്, പണിക്കാരെ കിട്ടുന്നുണ്ട്, പറമ്പും എപ്പോഴും വൃത്തിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, കുറേ പടുമരങ്ങൾ, ഇഷ്ടംപോലെ പടുമരങ്ങളുണ്ട്. അതുപോലെ കായ്ഫലങ്ങളായിട്ടുള്ള നമുക്ക് മാവും പ്ലാവും ഒന്നും വേണ്ട, നമുക്ക് അത്യാവശ്യം എല്ലാ മരങ്ങളും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല വണ്ണമുള്ള കുറേ തേക്ക് മരങ്ങളൊക്കെ കണ്ടു. പിന്നെ കുരുമുളക് പടർത്തിയിട്ടുണ്ട്, കുറേ എണ്ണത്തിൽ ഇഷ്ടംപോലെ കുരുമുളകും പടർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പുറമെയാണ് നമുക്ക് ഒരു വടക്കോട്ട് ദർശനമായിട്ടുള്ള 1000 സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്നൊരു വീട്. വീടിൽ താഴെ ഒരു ബെഡ്റൂം, സ്റ്റെയർ ഉള്ളിലൂടെയാണ്, ഒരു ഡൈനിങ് ഹാൾ വരുന്നുണ്ട്, ഒരു അടുക്കള വരുന്നുണ്ട്, മുകളിൽ ഒരു സ്റ്റെയർ റൂം കെട്ടി വാർത്തിട്ടിരിക്കുന്നു. അത്രേ സൗകര്യമുള്ളൂ കേട്ടോ. വേറെ 2 ബെഡ്റൂമല്ല, ഒരു ബെഡ്റൂമേ ഉള്ളൂ. അത് അറ്റാച്ച്ഡ് സൗകര്യത്തോടു കൂടെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൽ പണിക്കാർക്ക് താമസിക്കാനുള്ള ഒരു ചെറിയ വീട്. അതിനോട് ചേർത്ത് അവർ ഒരു റൂം എടുക്കാൻ വേണ്ടിയിട്ട് ലിൻഡൽ വരയ്ക്ക് ആയിട്ടുണ്ട്. ലിൻഡലിൻ്റെ ആ ഒരു വാർപ്പ് കഴിഞ്ഞിരിക്കണം, പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആക്കാം. എന്നിട്ട് ഈ കുളത്തിനോട് ചേർന്നൊക്കെ ആയിട്ട് ആ കുറച്ച് ഭാഗങ്ങളിൽ തെങ്ങുകൾ വേണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നല്ലൊരു പശു ഫാം ആക്കിയിട്ട് പുറകിലൊരു 10-15 പശുവൊക്കെ വളർത്താനോ എരുമയോ പോത്തൊക്കെ വളർത്താനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ വീടിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ ഓട്ടോറിക്ഷ നിൽക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് ഇവിടെയാണ് വീടുള്ളത്. വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ നമുക്ക് കാണാം. ഇവിടെ പുല്ലടിച്ചിട്ടില്ല ഈ ഭാഗത്തേക്ക്, പുല്ലടിച്ച് വരുന്നേ ഉള്ളൂ. അവിടെ പണിക്കാർ വേറെ ഭാഗത്ത് പുല്ലടിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടെയൊക്കെ ചെന്ന് വീഡിയോ എടുക്കാതായത്. അപ്പോൾ ഇതാണ് വീട്, പുതിയ വീടാണ്, താമസിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ ഡോറൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ അവർ ചെയ്തു തരും. അപ്പോൾ ഈ വീടിൻ്റെ ഭാഗത്തൊക്കെ ഫ്രണ്ട് വശമൊക്കെ മതിൽ കെട്ടിയിട്ടുണ്ട്. വീടിനൊരു സെപ്പറേറ്റ് ഒരു കോമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്. നമുക്കൊരു 2-3 വണ്ടികളൊക്കെ വന്നാലും മുറ്റത്ത് നിർത്താനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൻ്റെ അടുത്ത റെയിൽവേ സ്റ്റേഷനൊക്കെ നമുക്ക് പറയാനായിട്ട് നമുക്ക് പാലക്കാടാണ്. ഞാൻ പറഞ്ഞല്ലോ, പാലക്കാടേക്ക് ഒരു 17 സൗകര്യം ഗ്രാമപഞ്ചായത്ത് വരുന്നത് കേട്ടോ. പാലക്കാട് ജില്ലയിലെ പുത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ നീ ആദ്യം സ്ഥലം പറയടേ, അല്ലെങ്കിൽ ഇത് എവിടെയാണെന്നുള്ളത് പറയടേ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യും. അതൊക്കെ തീരെ സമയമില്ലാത്ത ആൾക്കാരാണ്. വാങ്ങാൻ താല്പര്യമുള്ളവർ, ഒരുപാട് ദൂരത്തുനിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഈ 10-12 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ അത് ഒന്നിനൊരു 2 വട്ടം ഇരുന്ന് കണ്ട് താല്പര്യമാണെങ്കിൽ മാത്രം വന്നാൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ചുറ്റും കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിൽ അതുപോലെ കായ്ക്കുന്ന ഒരു പുളിമരമൊക്കെ ഉണ്ട്. ഇപ്പോൾ വാളംപുളി കേട്ടോ, ഇഷ്ടംപോലെ കാഴ്ച നിൽക്കുന്ന മുകളിൽ. ഞാൻ മുകളിൽ വീഡിയോ എടുക്കുമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ വീടിൻ്റെ അടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. നമ്മൾ ഒറ്റപ്പെട്ടൊരു ഭാഗമല്ല, അത് തെങ്ങും പറമ്പായി കിടക്കണു ഒരറ്റത്ത്. ഇതൊരറ്റത്താണ്. അതിൻ്റെ ഒരു അങ്ങേ തലയ്ക്കൊരു തെങ്ങും തോട്ടവും ഇങ്ങേ തലയ്ക്ക് വന്നിട്ടൊരു വീടും. അതായത് റോഡിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് വന്ന് എൻട്രി ചെയ്യാൻ പാകത്തിനുള്ള സ്ഥലത്തായിട്ട് ഒരു മൂലയ്ക്കായിട്ടാണ് ഈ വീടൊക്കെ വാസ്തുപ്രകാരം നോക്കി വൃത്തിയായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ്. താമസിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇത് കൊടുക്കണതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായാധിക്യമാണ്. പുള്ളിക്ക് പ്രായമായി, ഇനിയിപ്പോൾ നോക്കി നടത്താൻ വയ്യാത്തത് കൊണ്ടാണ് കൊടുക്കണമെന്നാണ് നമ്മളോട് ഈ പറമ്പ് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ വീടിൻ്റെ
അകമൊക്കെ ഒന്ന് കാണാം. ഈ മുറ്റം പുല്ലടിക്കേണ്ടതാണ് കേട്ടോ, നല്ല നിരപ്പായ സ്ഥലം തന്നെയാണ് വീട് നിൽക്കുന്ന ഭാഗത്ത്. അതുകൊണ്ട് സിറ്റ് ഔട്ടിനോട് ഉള്ളിലേക്ക് ലിവിങ് വിത്ത് ഡൈനിങ് ആയിട്ട് അങ്ങനെയായിട്ടുള്ളൊരു വലിയൊരു ഹാള്, അതിനോട് ചേർന്നൊരു ബെഡ്റൂം അറ്റാച്ച്ഡ്. മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ 1-2 റൂം എടുക്കാനുള്ള സൗകര്യം വരുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ്. കാരണം ഇപ്പോൾ ഒരു വീടും 5 സെൻറ്റ് സ്ഥലവും കൂടെ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് വീടും സ്ഥലത്തിനും കൂടെ 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്തായാലും വാങ്ങാൻ ചെല്ലുന്നിടത്ത് വില പറയും. അപ്പോൾ ഇതന്നെ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരു 10-30 ലക്ഷം രൂപ മുതൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിനും കൂടെ ചേർത്തിട്ടൊരു വിലയാണ് പറഞ്ഞിരിക്കുന്നത് 50 ലക്ഷം രൂപ. അതൊരു ഏക്കറൊക്കെയാണ് കേട്ടോ, മൊത്തമായിട്ട് 50 ലക്ഷം രൂപയല്ല. അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാർ വിളിക്കാറുണ്ട്. അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിരിക്കണു മുകൾ വശത്ത് കേട്ടോ. ഇതാണ് ബെഡ്റൂമിൻ്റെ അകത്ത് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് സൗകര്യം കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഉള്ളിൽ തന്നെ കോമൺ ആയിട്ടൊരു ബാത്റൂം ഉണ്ട്. ഈ 2 ബാത്റൂമുകൾക്കും ഡോർ വെച്ചിട്ടില്ല, അതൊക്കെ വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇത് വന്ന് കണ്ട് ഇതിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാനുള്ള സൗകര്യം ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടെ പറയണു, ഇത് പാലക്കാട് ജില്ലയാണ്, തൃശ്ശൂർ ജില്ലയല്ല, പാലക്കാട് ജില്ലയിലെ കുത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക. മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കേട്ടോ, ഇവിടെയാണ് നമുക്ക് കോമൺ ആയിട്ട് ഒരു ബാത്റൂം സൗകര്യം വരുന്നത് കേട്ടോ. അപ്പോൾ പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ നിർബന്ധമായും പ്രിയ സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും ഈ വില കൂടിയ സാധനങ്ങളൊന്നും ഇനി ഒരു കാരണം കൊണ്ടും വില കുറയില്ല. ഈ നാളികേരത്തിൻ്റെ വിലയൊക്കെ ഏകദേശം ഇനി ഒരു 50 ഉറുപ്പ്യക്ക് മുകളിലായിരിക്കും എന്തായാലും നിൽക്കുക. അതിൻ്റെ താഴത്തോട്ട് വന്ന കേസൊന്നും ഇനി ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ ഇതൊരു വാങ്ങിയിടാൻ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. കാരണം നല്ലൊരു വീടും ഇതിനകത്ത് വരുന്നത് കൊണ്ട്, വഴി സൗകര്യം ഉള്ളത് കൊണ്ട്, മണ്ണ് റോഡൊന്നും അല്ല, ഒക്കെ ടാറിംഗ് റോഡിൽ നിന്ന് നേരെ നമ്മുടെ പറമ്പിലേക്ക് കയറുകയാണ്. ബസ് റൂട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 1 കിലോമീറ്ററിനടുത്താണ് ദൂരം. അത് അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ, വലിയ ടോറസ് പോലത്തെ 12 വീലത്തെ വണ്ടികളല്ലെങ്കിലും 2 യൂണിറ്റിന് മുകളിലേക്കുള്ള ടിപ്പർ, ഒരു 3 യൂണിറ്റ് ടിപ്പറൊക്കെ വന്ന് തിരിഞ്ഞും മറിഞ്ഞും പോകാനുള്ള സൗകര്യം വരുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ നല്ലൊരു വാളൻ പുളി കായ്ക്കുന്ന ഒരു പുളിമരവും ഇതിനകത്ത് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ എന്തായാലും എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് നേരിട്ട് കണ്ടതിന് ശേഷം ഉടമസ്ഥനായിട്ട് സംസാരിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടെ പറയുകയാണ്, പ്രിയ സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്തായാലും പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം.